ഞാൻ ഹോട്ടാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. നല്ല ഒന്നാന്തരം സാരി ഉടുത്തൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഞാനൊരു അത് ബിക്കിനി അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നോക്കൂ, നിങ്ങൾ ബിക്കിനി ഷൂട്ട് കാണാത്തത് വേണ്ട. തളരരുത് രാമൻകുട്ടി, തളരരുത്. ചിലർ പേഴ്സണൽ ഫോട്ടോസ് അയച്ചായിരുന്നു. അയ്യോ, എനിക്കിത് ഇപ്പോഴും ഇവരുടെ വിചാരം പെണ്ണുങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. അവരുടെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചിരുന്നു. എന്നാ പറയാ, ആദ്യമൊക്കെ പറയുന്നത് അമ്മനെ കൊണ്ട് കാണിക്കാനൊക്കെ. പിന്നെ നീയൊക്കെ ഇങ്ങനെ നടക്കുന്നോണ്ടല്ലേ അവൻ കാണിച്ചതെന്ന് ചോദിക്കും. എനിക്ക് നിന്നെ അത് കാണാൻ വേണ്ടിട്ടല്ല ഞാൻ അങ്ങനെ നടക്കുന്നത്. അതെ, അത് വട്ടാണ്, സൈക്കോ. സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ആൾക്കാരെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ മലയാളത്തിൽ ഏകദേശം എല്ലാരും വെറുപ്പിച്ചിട്ടുണ്ട് ഏകദേശം. പിടിച്ചേക്കാൻ വലിയ പാടാ. എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് താല്പര്യം ഇഷ്ടമല്ലെന്ന് പറയും. പിന്നെ ഇഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, പറയാത്തതാണ്. ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറ്റുകൾ ഉണ്ടാവില്ല. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. ഈ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന കാര്യം, ഹോട്ട് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അതിനുള്ള ഒരു ഇത് ഹോട്ട് ഫോട്ടോഷൂട്ട് എന്നുള്ളതല്ല. ഞാൻ ഹോട്ടാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഒരു ഡ്രസ്സ് കാണും, ഫോട്ടോഷൂട്ട് കഴിയുമ്പോൾ ഹോട്ട് ആവുന്നതാണ്. തിരിച്ചാണ്. അതായത് ഒരു ഡ്രസ്സ് കാണും. ഇപ്പൊ ഈ ഡ്രസ്സ് തന്നെ നോക്ക്, ഇത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു, മേടിക്കുന്നു, അപ്പൊ ഇത് ഇട്ടോണ്ട് വരുന്നു. അങ്ങനെ അങ്ങനെ തന്നെയാണ് അതും ചെയ്യുന്നത്. പക്ഷെ നല്ല ഒന്നാന്തരം സാരി ഉടുത്തൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഒന്നും വേണ്ട. അവർക്ക് ഇതിനോട് താല്പര്യം. അപ്പൊ ആരുടെ തെറ്റാ? അപ്പൊ അവരുടെ തെറ്റാണ്. നിങ്ങൾക്ക് അതാണ് താല്പര്യം, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. സാരി ഉടുത്തോ ഇഷ്ടംപോലെ. ഞാൻ എല്ലാത്തിനും കോസ്റ്റ്യൂംസ് ഇടാറുണ്ട്. ഈ ഡ്രസ്സിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടല്ല. പിന്നെ ഇപ്പൊ തന്നെ ഞാനൊരു അത് ബിക്കിനി അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടോ? ഒരു വൈറ്റ് ഡ്രസ്സ് റീസെന്റ് ഇട്ടത്. അപ്പൊ അത് ചെയ്തപ്പോ ഇപ്പൊ എല്ലാവർക്കും ബിക്കിനി ഷൂട്ട് ചെയ്താൽ മതി. അത് ഞാൻ ബിക്കിനി ആയിട്ട് ഉദ്ദേശിച്ച് ചെയ്തല്ല. അതല്ല, അത് ബിക്കിനി അല്ല മനുഷ്യ. ശരിക്കും നോക്കൂ, നിങ്ങൾ ബിക്കിനി ഷൂട്ട് കാണാത്തത് വേണ്ട. അത് ബിക്കിനി അല്ല. അത് നിങ്ങളുടെ മനസ്സിൽ തോന്നലാണ് അത് ബിക്കിനി ആണെന്ന്. അങ്ങനെ ഞാൻ ബിക്കിനി ഷൂട്ട് ചെയ്യത്തില്ല ഞാൻ. മനസ്സിലായോ? നമുക്കിപ്പോ ഒരു ബിക്കിനിക്ക് വിളിച്ചാൽ ഞാൻ പറയാം എനിക്ക് പറ്റില്ല. കാരണം ഞാനത് കംഫർട്ടബിൾ അല്ല. ഞാൻ കംഫർട്ടബിൾ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അത്രേ പറ്റുള്ളൂ. അല്ല, അത് വല്ല ആഡും ചെയ്തതായിരുന്നു? അല്ലല്ല, ജസ്റ്റ് ഒരു നല്ലൊരു ന്യൂ മീൽ ഒരു കോസ്റ്റ്യൂം കണ്ടപ്പോ മേടിച്ച്. പക്ഷെ അത് ബിക്കിനി ആയിരുന്നു. ഞാൻ പക്ഷെ അത് കുറച്ചും കൂടി കവർ ചെയ്ത് നോർമലായിട്ട് ഇടാൻ ശ്രമിച്ചാക്കിയിട്ടാണ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ആ പേര് മാറിയില്ല. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനു വേണ്ടി പിന്നെ അതിന് മാത്രം ഷൂട്ടിന് വിളിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് നമുക്ക് പറ്റില്ല. അങ്ങനെ അപ്രോച്ച് ചെയ്തോളം സാരിയുടെ ഷൂട്ടൊക്കെ ചെയ്യുന്നു. അതിന് വിളിച്ചൂടെ? ചുരിദാർ ഇടുന്നുണ്ട്, അതിന് വിളിച്ചൂടെ? ഫ്രോക്ക് ഇടുന്നുണ്ട്, അതിന് വിളിച്ചൂടെ? ഇതിന് മാത്രം കണ്ടപ്പോ വിളിക്കണം. അല്ല, അതൊക്കെ പെയ്ഡായിരുന്നല്ലോ അല്ലെ? കുറച്ചൊക്കെ പെയ്ഡാണ്, കുറച്ചൊക്കെ എന്റെ. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് മേടിച്ചു, എന്നല്ലേ. അപ്പൊ ഞാൻ ഷൂട്ട് ഫോട്ടോ എടുക്കുമ്പോ ഒരു ഫോട്ടോ ഇതിന് വേണ്ടിട്ടിടും. അതിനിടയിൽ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ വായിക്കുമായിരുന്നു. ഇപ്പൊ വായിക്കില്ല. വായിച്ചു കഴിയുമ്പോ അത് ഇങ്ങനെ ഇല്ല, കൊറേയൊക്കെ മെന്റലി എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ മനുഷ്യരല്ല. അല്ലാണ്ട് ധ്യാനം കഴിഞ്ഞ് വന്നാലും ചില വെള്ളമടിക്കാൻ പോകുമ്പോൾ കൊണ്ടുവിടത്തില്ലേ, കൊണ്ടുവിട്ട് തിരിച്ചു വന്നാലും ബാറ് കാണുമ്പോൾ കുടിക്കാൻ തോന്നുമല്ലോ. അതുപോലെ നമ്മൾ എത്ര സംഭവം മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുമ്പോ പോയി. പിന്നെ കുറച്ച് സമയം തന്നെ ശരിയാവും. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഞാനത് സ്ട്രോങ് നമ്മൾ ഫേസ് ചെയ്യണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. പേഴ്സണൽ മെസ്സേജ് വരുമല്ലേ ഈ കമന്റ്സ്? മെസ്സേജ് അല്ല, എനിക്ക് സഹിക്കാൻ വയ്യാത്തത് ചിലർ പേഴ്സണൽ ഫോട്ടോസ് അയച്ചായിരുന്നു. അയ്യോ, എനിക്കിത് ഇപ്പോഴും ഇവരുടെ വിചാരം പെണ്ണുങ്ങൾക്ക് ഇത് കാണാൻ ഭയങ്കര ഇഷ്ടം. അവരുടെ ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചിരുന്നു. അത് ഇവരുടെ വിചാരത്തിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര അറപ്പുള്ള ഒരു ഫോട്ടോസ് ഉണ്ട്. നമ്മൾ ഒരാളുമായിട്ട് സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോ വേറെയാണ്. അല്ലാണ്ട് ഒരു സംഭവം സ്ട്രേഞ്ചർ അത് ചെയ്യേണ്ട കാര്യം ഇരിക്കുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യരാണ് നമ്മളെ കുറ്റം പറയുന്നത്. അവരോടൊക്കെ ഇപ്പൊ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയ്ത് ഇവിടെ എത്ര ഒന്നും പറയത്തില്ല. വേറെ എന്നാ പറയാനാ? ആദ്യമൊക്കെ പറയുന്നതിന് അമ്മനെ കൊണ്ട് കാണിക്കാനൊക്കെ. പിന്നെ ഇപ്പൊ റിയാക്ഷൻ കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഇല്ല, ഇവനൊക്കെ അമ്മനെ കാണിച്ചിട്ടുണ്ടാവും. അല്ല, പെർവേർട്സ് ആയിരിക്കും. അല്ലാണ്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ അയക്കില്ല. ഭയങ്കര വൃത്തികെട്ടവന്മാരുണ്ട് ഇഷ്ടം പോലെ. എന്നിട്ട് നമുക്കാണ് കുറ്റം. മിക്കവർക്ക് വരാനുണ്ടാവും. ഇത് പുറത്ത് പറയാനുള്ള മടി കൊണ്ട് ആൾക്കാർ പറയാത്തതാ. പെമ്പിള്ളേർ എന്ത് പറഞ്ഞാലും പെമ്പിള്ളേർക്കാ കുറ്റം. തിരിച്ച് അത് നീയൊക്കെ ഇങ്ങനെ നടക്കുന്നോണ്ടല്ലേ അവൻ കാണിച്ചതെന്ന് ചോദിക്കും. എനിക്ക് നിന്നെ അത് കാണാൻ വേണ്ടിട്ടല്ല ഞാൻ അങ്ങനെ നടക്കുന്നത്. അതെ, അത് വട്ടാണ്, സൈക്കോ. ഇപ്പൊ നമ്മുടെയൊക്കെ ലൈഫ് ഇങ്ങനെ ഈ ജേർണി ഇങ്ങനെ പോകണം. നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരിയഡ് ഉണ്ടാവും. അപ്പോഴും അത് തന്നെ ഉള്ളൂ. ആര് പറഞ്ഞു? ഇപ്പോഴും അത് തന്നെയല്ലേ? അല്ല, ലൈഫ് എന്ന് പറഞ്ഞിട്ട് സ്ട്രഗിൾ ആണ്. പക്ഷെ ഇത്രയും നാളത്തെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എപ്പോഴാണ്? സ്ട്രഗിൾ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡിൽ ആൾക്കാരെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്ട്രഗിൾ. ഭയങ്കര ബുദ്ധിമുട്ട്. ഒന്നാമത് സ്ട്രേറ്റ് ഫോർവേഡ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ പിടിച്ചേക്കാൻ വലിയ പാടാ.
എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും. ഐ മീൻ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. എന്ത് കാര്യമാണല്ലോ, ഞാൻ ഒരു റോളിന് വേണ്ടി എന്തും ചെയ്യാം, അത് വേറെ കാര്യം. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മളത് റിയാക്ട് ചെയ്യും. അപ്പൊ അവർക്ക് എന്താ നമ്മൾ ചീത്തയുള്ള ആൾക്കാർ അങ്ങനെ ആളുകൾ പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, പറയാത്തതാണ്, ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ ചെറ്റുകൾ ഉണ്ടാവില്ലേ. എല്ലാ ഫീൽഡിലാണെങ്കിലും ഉണ്ടാവും. എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇത്തിരി കൂടുതൽ അത്രേ ഉള്ളൂ. ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഓക്കെ, അതിന്റെ പേരിൽ ഇതുപോലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അതിൽ അപ്പൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വിഷമമൊന്നുമില്ല. ഇപ്പൊ മലയാളത്തിൽ ഏകദേശം ഒരു എല്ലാരും പറപ്പിച്ചിട്ടുണ്ട് ഏകദേശം. അതുകൊണ്ട് എനിക്കിപ്പോ പഠിക്കുന്നില്ല. അതൊരു കാരണമാണെന്ന് വെച്ചോ. അല്ല, അപ്പൊ നമ്മുടെ കരിയറിനെ അപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതിങ്ങനെയൊക്കെ നമ്മളെ വിളിക്കുന്ന ആൾക്കാര് ആളുകളുണ്ട്, അവര് ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഫിലിം തമിഴിൽ ഇപ്പൊ റിലീസ് ചെയ്തത്. അത് തമിഴിലാണോ കുറച്ചുകൂടി കൂടുതൽ? ഞാനൊരു രണ്ട് പടങ്ങളുണ്ട് റിലീസ് ചെയ്യാൻ. 3 പടം ഉണ്ട്. ഒരെണ്ണം റിലീസ് ചെയ്തു കഴിഞ്ഞ മാസം. പടം അവറേജ് ആയിട്ട് പോയുള്ളൂ, പക്ഷെ നല്ല സിനിമയായിരുന്നു. യോഗി ബാബുവിന്റെ കൂടെയായിരുന്നു. ഞാൻ ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും നല്ല ഡയറക്ടറായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഡിസംബറിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. സിനിമ ഇറങ്ങുന്നതിന് കറക്റ്റ് 3 ആഴ്ച മുമ്പ്. കഷ്ടം. അപ്പൊ അതേ പറഞ്ഞു, നല്ല മനുഷ്യരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയില്ല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഷോക്ക്. അവരുടെ എല്ലാവർക്കും ഷോക്കായിരുന്നു, നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നല്ല ഡയറക്ടേഴ്സും ഉണ്ട്. ഞാൻ പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു കളേഴ്സിലൊരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഡയറക്ട് ചെയ്തത്. അപ്പൊ അന്ന് കണ്ടിട്ട് പിന്നെ സാർ ഫിലിം എടുത്തപ്പോ എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ നല്ല സിനിമയിലേക്ക് നല്ല രീതിയിൽ സംസാരിച്ച് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ ചെയ്ത് ഇങ്ങനെ ചടിച്ചടി മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഇപ്പൊ കൂടുതലും ചെന്നൈയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് തമിഴിലേക്കുള്ള ഒരു അല്ല, അങ്ങനെയല്ല, മലയാളത്തിൽ നിന്ന് വിളിക്കാത്തതുകൊണ്ട്. ഇത് കണ്ടിട്ടെങ്കിലും ആരെങ്കിലും അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ 2-3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തിട്ട് പുതിയ ഡയറക്ടേഴ്സ്, പുതിയ ആക്ടേഴ്സ്, അപ്പൊ അത് എടുത്തു വരുമ്പോ ചിലപ്പോൾ നല്ല സിനിമകളാവില്ല. ഇപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ സ്റ്റാർസ് പോലും നല്ല സിനിമകളും മോശം സിനിമകളും ചെയ്യാറുണ്ട്. പക്ഷെ അവര് കേൾക്കുന്നത് 10, 200, 100 സ്ക്രിപ്റ്റുകളാണ്. എനിക്ക് വരുന്നത് ആകെ ഒരു 5 സിനിമയൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഓക്കെ എന്നാ പിന്നെ ഇത് ചെയ്യാമെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അബദ്ധമാവും, ചിലപ്പോൾ നല്ല സിനിമയാവും. അത് ഇതുവരെ ഒരു സെറ്റപ്പിലായിട്ടില്ല. ഉടനെ എത്തും, അവിടെ എത്തും. ഇതുപോലെ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, വേണോ വേണ്ടേ ചെയ്യണോ. അല്ലാതെ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. ചില കാര്യങ്ങളല്ല, ഒരു 90-95% നമുക്ക് തോന്നും ഇത് വേണ്ട. പക്ഷെ ചിലപ്പോ ആ സാഹചര്യത്തിൽ ഓക്കെ, കുറെ നാളായിട്ട് ഒരു സിനിമ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരാൾ വിളിക്കുന്നു, എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് അങ്ങനെ തോന്നിപ്പോയതാണ് ഈ മണ്ടത്തരായതല്ല. സാധാരണ എനിക്ക് തോന്നാറുണ്ട് ഈ പടം വേണ്ട, ഇത് നമുക്ക് ശരിയാവില്ല എന്നൊക്കെ തോന്നും. അതായത് കുറെ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് നോ പറയാൻ പറ്റാതെ ചെയ്ത അങ്ങനെയല്ല, കുറച്ചാൾ വെറുതെ ഇരിക്കുന്നത് കൊണ്ടും ആവാം. എന്നൊന്ന് ചെയ്തേക്കാം. അങ്ങനെ വിചാരിച്ച് ചെയ്യാത്ത ചില സിനിമകൾ നന്നായിട്ടും ഉണ്ട്. ഇപ്പൊ ആഞ്ചലോ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആൾക്കാരാണ്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ല സിനിമയാണ്. അവർക്ക് പൈസയുടെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ടെക്നിക്കലി ബഡ്ജറ്റ് കുറവ്, ഒരു ചെറിയ പടമായിരുന്നു. പക്ഷെ നല്ല പടമാണ്. എനിക്കിത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാലോ, ഓക്കെ കുഴപ്പമില്ല വന്നിട്ടുണ്ടെന്ന്. ഈ മലയാളത്തിലല്ലേ ഫസ്റ്റ് മൂവി ചെയ്യുന്നത്? അപ്പൊ ഈ തമിഴിലേക്ക് പോകുന്ന സമയത്ത് മലയാളം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴത്തെ നമ്മൾ ആരാണെങ്കിലും ബേസിക്കലി നമ്മുടെ ലാംഗ്വേജിൽ അഭിനയിക്കണം. അപ്പൊ ഞാൻ സീരിയലാണെങ്കിലും 2ാം സീരിയൽ ചെയ്തത് കളേഴ്സ് തമിഴിലാണ്. അതൊരു ദൈവത്തിന്റെ സീരിയലായിരുന്നു, അമ്മ എന്ന് പറഞ്ഞിട്ട്. ഓൾമോസ്റ്റ് ഒരു 1000 എപ്പിസോഡൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അത് ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലായിരുന്നു. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് 1 വർഷം 1.5 വർഷം ഇപ്പൊ വൈൻഡ് ചെയ്തിട്ട് ഒരു വർഷം മുകളിലായി ആയിട്ടുണ്ട്. പക്ഷെ അതും ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത, കാരണം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പാമ്പെന്ന് പറഞ്ഞപ്പോഴാണ് അതിനകത്ത് നാഗിന്റെ ക്യാരക്ടറായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും എനിക്ക് പാമ്പിനോട് സ്ഥിരം പാമ്പ്. അതെ, ദേഷ്യം വരുമ്പോ പാമ്പായിട്ട് അപ്പൊ തന്നെ മാറും. അതുകൊണ്ട് അങ്ങനെ അല്ല, ശരിക്കും പാമ്പായിട്ട് കാണിക്കും, മനസ്സിലായി? അതായത് നമ്മൾ മാറിയിട്ട് ദേഷ്യം വന്ന അപ്പൊ രൂപം മാറി പാമ്പാകും. ഇപ്പൊ ഈ കളറാണെങ്കിൽ ഈ കളർ പാമ്പായിരിക്കും, അത് വേറെ കാര്യം. രസമായിരുന്നു. അപ്പൊ അത് കുറെ നാൾ മുമ്പോട്ട് പാമ്പുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അപ്പൊ അതൊരു കുറെ നാൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. സീരിയൽ ആണെങ്കിലും നമുക്ക് അതിനകത്തൊരു എന്താ പറയാ, ഒരു പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് പറയില്ല. അപ്പൊ ഈ സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യണോ ചെയ്യേണ്ടത് ഒരു കൺഫ്യൂഷൻ, ആരോടൊരു അഡ്വൈസ് ചോദിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരാളില്ല, അതാണ് എന്റെ പ്രശ്നം. അതായത് ഇപ്പൊ അമ്മയോട് ചോദിച്ചാലും അമ്മയ്ക്ക് അറിയില്ല, സിനിമയുമായി ബന്ധമുള്ള ആളുകളല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ടർ എനിക്ക് പറഞ്ഞില്ല, എന്റെ കൂടെ ഒരു തമിഴ് പടത്തിൽ പുള്ളി അസോസിയേറ്റ് ആയിരുന്നു, ദിലീപ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ പടം ചെയ്യും, ഞങ്ങൾ 3 ദിവസമായിട്ട് ഡിസ്കഷനിലാണ്. അതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. പുള്ളിക്ക് തന്നെ ഡൗട്ട്, ഇത് എനിക്ക് ഡയറക്റ്റ് ക്യാരക്ടർ ചെയ്യണം. ഞാൻ പറഞ്ഞു, സാർ തീരുമാനിച്ചോ,
എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അതില് മെയിൻ ലീഡിന് ഒരു 16 വയസ്സുള്ള കൊച്ചുണ്ട്. അപ്പൊ പുള്ളി പറയുന്ന ഇത്രയും കൊച്ചുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. അത് അപ്പൊ അമ്മ റോളാണ്. അമ്മ റോളാ. പക്ഷെ അതാണ് ലീഡ്. പക്ഷെ ആ കുട്ടിയുണ്ട്, കുട്ടിയുടെ ഒരു കഥയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു പോലീസ് ഓഫീസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഇങ്ങനെ കൺഫ്യൂഷൻ ആയി, അമ്മ വേണോ അമ്മ വേണോ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാറാണ് ഡയറക്ടർ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞ അത് നമുക്ക് എന്നോട് ചോദിക്കുമ്പോ എനിക്ക് ഡൗട്ട് ആവും എന്താ ചെയ്യണ്ടേ. അല്ല, ഇപ്പൊ ഇങ്ങനെ അമ്മ റോള് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒതുങ്ങി പോകേണ്ടി വരും, മാറിപ്പോകേണ്ടി വരും, അങ്ങനത്തെ തോട്ട്സ് അതൊക്കെ ഉണ്ടായിരുന്നു. പെർഫോം ചെയ്യാനുള്ള നമുക്ക് തരുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാം. അതിപ്പോ അമ്മയാണല്ലോ അനിയത്തിയാണല്ലോ അമ്മയാണല്ലോ കുഴപ്പമൊന്നുമില്ല. പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാം, നമ്മള് സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കരുത്. അതാണ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഫെയിലർ. കാരണം ഇപ്പൊ ചോദിച്ചില്ല എന്റെ അടുത്ത് മോയിദിലുണ്ടായിരുന്നു സത്യം. അത് ഭയങ്കര വിഷമല്ലേ കേൾക്കുമ്പോ. അല്ല, പക്ഷെ പറഞ്ഞപ്പോ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഓക്കെ ആ ക്യാരക്ടറിന്. പക്ഷെ അത് നമുക്ക് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ മാത്രം ഒരു 25 ദിവസം അഭിനയിച്ച പടാ. പക്ഷെ പറയുമ്പോ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ടൊവിനോയോ അല്ലെങ്കിൽ ടൊവിനോ ആയിട്ട് അങ്ങനെ കോമ്പിനേഷൻ സീൻ വരുന്നില്ല. ഇല്ല, പക്ഷെ ടൊവിനോ ആ സമയത്ത് സ്റ്റാർ ആയിട്ടില്ല. കഴിഞ്ഞിട്ടല്ലേ സ്റ്റാർ ആയിട്ട് ഒരു കരിയർ ആള് ഭയങ്കര ഡൗൺ ടു എർത്ത്. പാർവതിയൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല പാർവതി കമ്പനി ആയിരുന്നു ആ സമയത്ത്. ഇല്ല, ഞാൻ ഈയിടെ റീസെന്റ് ഇപ്പൊ നവംബറിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അതിനുശേഷം പിന്നെ കാണുന്നത്. അപ്പൊ ഞാൻ തന്നെ സംശയം അറിയും. ഞാൻ ഒരുപാട് അറിയാത്ത 10 വർഷമായി. 2014 തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ഓർമ്മയുണ്ടോ ചോദിച്ചപ്പോ ഇല്ല, ഒരുപാട് മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതെ മാറിപ്പോയി. ശരിയാ. അല്ല, അപ്പൊ ഞാൻ ചോദിച്ചത് ഫീൽഡിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷമായി? അതായി 10-15 വർഷമായി. ഓഹോ, 10 വർഷം എന്ന് പറയാൻ പറ്റില്ല. 5 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ എവിടെയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വേറെ എവിടെ പോയതാണ് ഇത്. അത്ര ഗ്യാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് അബ്രോഡായിരുന്നു? അല്ലല്ല, ഇവിടെ തന്നെ. ഞാൻ ചെന്നൈയിൽ MBA ചെയ്യായിരുന്നു. അത് ഞങ്ങൾ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പൊ അതൊക്കെ നോക്കിയാണ് അങ്ങനെ വന്നു പോകായിരുന്നു. ഓക്കെ, അതിന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോഴും പോകുന്നു. അത് കൊറോണ വന്ന് പടച്ചു. അതും അടച്ചു. കൊറോണ അതും അടച്ചത്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാറില്ല. ഞാൻ ഫീൽഡിൽ നിന്ന് പോവുകയും ചെയ്തു, കട തുടങ്ങി, അതും അടച്ചു. അല്ല, കൊറോണയുടെ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ബിസിനസ് ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമുക്കൊരു 1.5 വർഷം എന്ന് പറയുന്ന അത്ര സമയം റെന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ ചെന്നൈയിലൊക്കെ ഭയങ്കര ഒരു വർഷം റെന്റ് മാത്രം കൊടുക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കും. നല്ല ആൾക്കാരൊന്നുമല്ല, റെന്റ് ഒക്കെ കൊടുത്തേ പറ്റുള്ളൂ. കൊറോണ വന്നൊന്നും അവർക്ക് റെന്റ് ആവശ്യമില്ല. ഇനി ബിസിനസിന് വല്ല താല്പര്യം അല്ലെങ്കിൽ ഒരു പ്ലാനോ എന്തെങ്കിലും ഉണ്ടോ? കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്ന ഒരു നമുക്ക് നിശ്ചിതമാണെന്നല്ലേ. ഇവള് പോകുന്നതിന് പണിയില്ലാതെ ഉള്ള പണി കൂടെ ഇല്ലാണ്ടാക്കുന്ന. അതല്ല, വേറൊരു ഓപ്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ തോന്നിയിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ആലോചിക്കാറുണ്ട്. പക്ഷെ അതിനും കാശ് വേണമല്ലോ. എന്ത് ചെയ്യണമെങ്കിലും അതിന് കാശ് വേണം. പിന്നെ ബിസിനസ് ഇടുമ്പോ അത് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വേണം ഇടാനായിട്ട്. അതെ, അതൊരു മൈൻഡ് സെറ്റ് വേണം. ഓക്കെ, കിട്ടിയാ കിട്ടിയില്ലെങ്കിലും അപ്പൊ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ വേണം ആ പൈസ. അതുകൊണ്ട് ഒരുപാടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല.